ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദോസ് ഇൻ വണ്ടർലാൻഡ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനിമേഷൻ സീരീസ് ആണ് മാഷ ആൻഡ് ദ ബിയർ. ഇനി മുതൽ നമുക്കതിന്റെ മലയാളം കേട്ടാലോ? കുട്ടിക്കുറുമ്പിയായ മാഷയും കരടിച്ചേട്ടന്റെയും കഥ കേൾക്കാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എപ്പിസോഡ് ഹൗ ദേ മീറ്റ്. ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു വീട്. അവിടെയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. പട്ടി, പന്നി, ആട്, അങ്ങനെ അവരെല്ലാം ആ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് വളരെ സമാധാനമായി അവരുടെ ജോലികൾ ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഈ മൃഗങ്ങളെല്ലാം ഒന്ന് പേടിക്കുന്നു. അപ്പോൾ തന്നെ ആ വീടിന്റെ വാതിൽ തുറന്നതും അതിൽ നിന്നും ബക്കറ്റിൽ ഇരുന്ന് ഒരു കുട്ടി തുള്ളി ചാടി വരികയാണ്. ഒരു കാന്താരി മുളക്, ഒരു കടുകുമണി എന്നൊക്കെ പറയും. ഇവളുടെ പേരാണ് മാഷ. നോക്കുമ്പോ നമ്മൾ നേരത്തെ കണ്ട മൃഗങ്ങളുടെ ഒരു പൊടി പോലും അവിടെയില്ല. ഷടാ, ഇതെല്ലാം എവിടെ പോയി? നീ ഇവിടെയുണ്ടോ? ഇവിടെയും ഇല്ലല്ലോ. ഇവരൊക്കെ എവിടെയാണ്? എല്ലാവരും ഈ കുറുമ്പിയെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആളുടെ റേഞ്ച് മനസ്സിലായല്ലോ. അപ്പോഴാണ് ഒരു പൂമ്പാറ്റ അതിന്റെ കഷ്ടകാലത്തിന് നമ്മുടെ മാഷയുടെ മുന്നിൽ വന്ന് പെടുന്നത്. പിന്നെ മാഷ ഒന്നും നോക്കിയില്ല, അതിന്റെ പിന്നാലെ പോയി അവസാനം കാടിനുള്ളിൽ വരെ എത്തി. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു അടിപൊളി മരവീടാണ്. എല്ലാം കൊണ്ടും സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും കൂളായി പാട്ടുപാടി ഒരു കരടിച്ചേട്ടൻ ഇറങ്ങി വരുന്നുണ്ട്. ഈ കരടിച്ചേട്ടന് പറ്റിയൊരു പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. അപ്പോൾ അടുത്ത എപ്പിസോഡിലെല്ലാം നമുക്ക് ആ പേര് വിളിക്കാം. ആള് തന്റെ വീട്ടിൽ വളരെ സ്വസ്ഥമായി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും വളരെ ഭംഗിയിലിരിക്കുന്ന ആ വീടിനെ നോക്കി നമ്മുടെ കരടിച്ചേട്ടൻ ഒന്ന് സംതൃപ്തി അടയുന്നു. അങ്ങനെ പിന്നീട് പുള്ളിക്കാരൻ മീനിനെ പിടിക്കാനായി പുറത്തേക്ക് പാട്ടൊക്കെ പാടിക്കൊണ്ട് പോവുകയാണ്. അവിടെ മാഷ പൂമ്പാറ്റയെ പിടിക്കാനാണ് കാട്ടിൽ വന്നതെങ്കിലും അവിടെയുള്ള അണ്ണാനെയും മുയലിനെയെല്ലാം തന്റെ കൂടെ കൂട്ടുന്നു. എന്നാൽ അതെല്ലാം മാഷയെ കണ്ട് ജീവനും കൊണ്ട് മോടുകയാണ്. അപ്പോഴാണ് മാഷ ഒരു ആപ്പിൾ മരം കാണുന്നത്. വിശന്നിട്ടാണെന്ന് തോന്നുന്നു ആ ആപ്പിൾ മരത്തിൽ കയറി ഓരോ ആപ്പിളും കടിച്ച് ഇടുകയാണ്. അങ്ങനെ ദൂരത്തുള്ള ഒരു ആപ്പിൾ എടുക്കാൻ വേണ്ടി കൊമ്പിൽ ചവിട്ടിയതും കാലിൽ തന്നെ താഴെ വീണ് ഉരുണ്ട് നമ്മുടെ കരടിച്ചേട്ടന്റെ വീട്ടിലാണ് മാഷ എത്തിയത്. എന്നാലും പുള്ളിക്കാരത്തി തന്റെ കയ്യിലുള്ള ആപ്പിൾ വിട്ടിട്ടില്ല. എന്തോ സൗണ്ട്. പിന്നിൽ നോക്കുമ്പോ നിൽക്കുന്നു ഒരു കൂട്ടം തേനീച്ചകൾ. മോനെ പണി പാളി എന്നതിൽ മാഷ അവിടെ നിന്നും ഓടുന്നു. മാഷ ഓടുന്നതാണെങ്കിലും ആ വീടിന് ചുറ്റും ഒരു പൂരപ്പറമ്പ് പോലെ ആക്കിയിട്ടുണ്ട്. കരടിച്ചേട്ടൻ വൃത്തിയാക്കി വെച്ചതെല്ലാം ആകെ അലങ്കോലമായി. പുള്ളിക്കാരത്തി ഇങ്ങനെ വീട്ടിനുള്ളിലും കയറി. വീടിന്റെ ഉള്ളിൽ വന്ന മാഷ എന്നോടാണോ കളിയെന്ന് പറഞ്ഞ് തേനീച്ചകളെ കളിയാക്കുന്നു. എന്നാൽ വീട്ടിന്റെ ഉള്ളിലുള്ള ഭംഗി കണ്ട മാഷ ഇത്രയും ഭംഗിയുള്ള വീടോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മീനെല്ലാം പിടിച്ച് സന്തോഷിച്ചു വരുന്ന നമ്മുടെ കരടിച്ചേട്ടൻ താൻ കുറച്ചു മുൻപ് കണ്ട വീടിന്റെ കോലം കണ്ട് അത്ഭുതപ്പെട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. വല്ല ആനയും കയറിയതാണ്. കരടിച്ചേട്ടൻ വീട്ടിൽ കയറിയപ്പോൾ ആരോ ബെഡിൽ തുള്ളി ചാടി കളിക്കുകയാണ്. കർട്ടൻ മാറ്റി നോക്കുമ്പോഴല്ലേ നമ്മുടെ മാഷയാണെന്ന് മനസ്സിലായത്. കരടിച്ചേട്ടൻ അവളെ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചു. എന്നാൽ നമ്മുടെ മാഷ വീണ്ടും വാതിൽ തുറന്ന് ബെഡിൽ ചാടാൻ തുടങ്ങി. പിന്നെയും കരടിച്ചേട്ടൻ വാതിലടച്ചു. മാഷ പിന്നെയും തുറന്നു. ഇതിപ്പോ വലിയ ശല്യമായല്ലോ. കരടിച്ചേട്ടൻ മാഷയും എടുത്ത് അവിടെ നിന്ന് മൂടി ദൂരത്ത് കൊണ്ടുപോയാക്കി തിരിച്ചു വന്നു. എന്നാൽ മാഷ കരടിച്ചേട്ടനേക്കാളും മുന്നിൽ വീട്ടിലെത്തി. ഓടിപ്പോയിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ കരടിച്ചേട്ടൻ ഒരു സൈക്കിളും എടുത്ത് ഒരുപാട് കുന്നും മലയും എല്ലാം കയറി മാഷയെ ഒരു സ്ഥലത്ത് പോയി കൊണ്ടാക്കിയിട്ട് വന്നു. അങ്ങനെ വീടെല്ലാം വൃത്തിയാക്കി നോക്കുമ്പോഴാണ് രാത്രിയായിട്ടുണ്ട്. താൻ കാട്ടിൽ ഉപേക്ഷിച്ച ആ ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? വല്ല ചെന്നായോ മറ്റോ തിന്നാൽ? കരടിച്ചേട്ടൻ ആണെങ്കിൽ ഒരു സമാധാനവുമില്ല അത് ആലോചിച്ചിട്ട്. ഉടനെ തന്നെ കാട്ടിൽ ഒരു ടോർച്ചും എടുത്ത് അവിടെയെല്ലാം അന്വേഷിച്ചു. എന്നാൽ അവിടെ മാഷയെ കാണാനില്ല. വളരെ വിഷമത്തോടെ കരടിച്ചേട്ടൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മാഷ സന്തോഷത്തോടെ ട്രോഫി എല്ലാം തുടച്ച് അവിടെ നിൽക്കുന്നുണ്ട്. കരടിച്ചേട്ടനും സന്തോഷമായി. എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് കരടിച്ചേട്ടൻ തന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് മാഷ ചെയ്തിരുന്നത് പോലെ ബെഡിൽ ചാടി കളിക്കുകയാണ്. എത്ര വലുതായാലും കുട്ടിത്തം മറക്കാൻ പറ്റുമോ? ഇതോടെ മാഷ ആൻഡ് ദ ബിയറിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വരുന്നത് വരേക്കും ബൈ.